PSC UPSC എക്സാംസിന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള റയർ ഫാക്റ്റുകൾ ഒരു എപ്പിസോഡ് പോലെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 1857 റിവോൾട്ട്, പിന്നീട് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കാനിൻ മുതൽ ലോർഡ് നോർത്ത് വരെയുള്ള വൈസ്രോയിസിനെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ദുഷ്ടനായ വൈസ്രോയി ലോർഡ് ലിറ്റനെ പറ്റിയാണ്. തംബ്നെയിൽ നിങ്ങൾ കണ്ടല്ലോ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ദുഷ്ടൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വളരെയധികം ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് നിലവാരത്തിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ലോർഡ് ലിറ്റൻ. കാരണം അത്രയും പഠിക്കാനുണ്ട് ആ ബിരുദന്റെ ചരിത്രം. ഈ വീഡിയോയുടെയും PDF നോട്ടുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. എല്ലാവരും ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാനായി ഈ പ്ലേലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. റയർ ഫാക്ടുകൾ പഠിക്കാം, റാങ്ക് അടിക്കാം. ലോർഡ് ലിറ്റനെ ഒന്ന് പരിചയപ്പെടാം. ലോർഡ് ലിറ്റൻ നമുക്ക് 1885 വരെയുള്ള ഒരു ചരിത്രം ഒന്ന് പഠിച്ചു തീർക്കാം. ഓക്കെ, ലിറ്റൻ എന്ന് പറയുന്ന വ്യക്തി അടുത്ത വൈസ്രോയാണ് ലിറ്റൻ അല്ലെ. ലിറ്റനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ലോർഡ് ലിറ്റനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടേഴ്സ് അല്ലെ. ക്രൂവൽ റിവേഴ്സ് ക്യാരക്ടേഴ്സ്, എക്സാക്ട്ലി വൈസ്രോയി റിവേഴ്സ് ക്യാരക്ടേഴ്സ്. ബിക്കോസ് ഇങ്ങേർക്ക് നമ്മൾ ബൈപ്പോളർ ഡിസോർഡർ എന്നൊക്കെ പറയത്തില്ലേ, ചില ആൾക്കാർക്ക് ചില സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, ചില ഭയങ്കര ദേഷ്യമായിരിക്കും. നമ്മൾ കാണുന്ന വ്യക്തിയല്ല പിന്നെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റുള്ള വ്യക്തിയാണ് ലോർഡ് ലിറ്റൻ. ഓക്കെ, പക്ഷേ ഇന്ന് നമ്മൾ മെഡിക്കൽ കണ്ടീഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ലിറ്റന്റെ കേസിൽ പുള്ളി ഒന്നാമത്തെ കാര്യം ലീഡറാണ്. പുള്ളിയുടെ മുഖത്തൊക്കെ ആർക്കും പറയാനുള്ള ധൈര്യം കാണത്തില്ല. ഇങ്ങനത്തെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഇരുന്നുകൊണ്ട് ഭയങ്കരമുള്ള കവിതകൾ എഴുതും. സ്നേഹത്തിനെയും അല്ലെങ്കിൽ മനുഷ്യത്വത്തെയും സഹജീവി സമ്പർക്കത്തെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിപൊളി റൊമാൻറ്റിക് പോയംസ് അല്ലെങ്കിൽ കാൽപ്പനിക കവിതകളൊക്കെ അദ്ദേഹം എഴുതും. രാവിലെ ഉണർന്നു വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഉപദ്രവിക്കലാണ്. കാരണം വൈസ് ഓഫ് റിവേഴ്സ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ചില സമയത്ത് വളരെ നല്ല സ്വഭാവം, ചില സമയത്ത് ഭയങ്കര മോശം സ്വഭാവം. ബിക്കോസ് ഇന്ത്യ കണ്ട ഏറ്റവും നെറുകെട്ട വൈസ്രോയി ലോർഡ് ലിറ്റനാണ്. കാര്യം ഒരു മര്യാദയില്ല, ഇത്ര ക്രൂരനായിട്ടുള്ള വൈസ്രോയി. പിന്നെ കർസൺ ഒക്കെ വരുന്നുണ്ട്. കർസൺ പോലും ഇദ്ദേഹത്തിന്റെ 7 അയലക്കത്തോളം വരുന്നില്ല. ഏറ്റവും മോശപ്പെട്ട വൈസ്രോയി ലോർഡ് ലിറ്റനാണ്. ഇദ്ദേഹത്തിന്റെ പെന്നേം എന്തായിരുന്നു? ഇദ്ദേഹത്തിന്റെ തൂലികാനാമം എന്താ? നമ്മൾ സ്ഥിരം ചോദ്യമാണല്ലോ. നല്ല അടിപൊളി ഒരു സ്റ്റൈലൻ ടേം ആണത്. യെസ്, ഓവൻ മെറിഡത്ത്, എക്സാക്ട്ലി ഓവൻ മെറിഡത്ത് ടെക്സ്റ്റർ, വെരി ഗുഡ്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. ഓക്കെ, സോ ഓവൻ മെറിഡത്ത് ഈസ് എ ഗുഡ് പേഴ്സൺ, ബട്ട് ലിറ്റൻ ഈസ് എ വെരി ബാഡ് പേഴ്സൺ. ബിക്കോസ് ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഈ ക്വീൻ വിക്ടോറിയ കൈസറെ ഹിന്ദ് എന്ന് പറയുന്ന ടൈറ്റിൽ സ്വീകരിക്കുന്നത്. കൈസർ എന്ന് വെച്ചാൽ എന്താ? കൈസർ കിങ് അല്ലെങ്കിൽ റൂളർ എന്നുള്ള മീനിയ. അതായത് ഇന്ത്യയുടെ ഭരണാധികാരി. ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. കൈസർ എ ഹിന്ദ് എന്ന് പറയുന്ന ആ ഒരു പേര് ക്വീൻ വിക്ടോറിയ സ്വീകരിക്കുന്നത് ലോർഡ് ലിറ്റന്റെ സമയത്ത് പാസ്സാക്കിയ റോയൽ ടൈറ്റിൽസ് ആക്ടിലാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഏത് ആക്ടിനകത്താ ഈ ടൈറ്റിൽ ഇവർക്ക് നഷ്ടപ്പെടുന്നത്? ബ്രിട്ടീഷ് ക്രൗണിന് ഈ ടൈറ്റിൽ നഷ്ടപ്പെടുന്ന ഏത് ആക്ടിനകത്താ? മറ്റേ ഗെയിം ഓഫ് ത്രോൺസിൽ പറയുന്ന പോലെ ഖലീസിയുടെ ടൈറ്റിൽ വരുന്നില്ലേ, ആൻഡ്രൽസ് ഓഫ് ദ ക്വീൻ ഓഫ് ദ ആൻഡ്രൽസ്, ക്വീൻ ഓഫ് ദ ഫസ്റ്റ് മാൻ എന്നൊക്കെ പറഞ്ഞു പോകുന്ന പോലെ കുറെ ടൈറ്റിൽസ് ക്വീനെ കാണും. പക്ഷെ ഇന്ത്യയുടെ ഭരണാധികാരി എന്നുള്ള ടൈറ്റിൽ സുരാജ് പറഞ്ഞ പോലെ 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് 1947 വരുന്നതോടുകൂടി ഈ ആക്ട് ഇൻവാലിഡ് ആവുക. കാര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉള്ളത് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് സീരീസിനകത്താണ് അത് വരിക. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ലാസ്റ്റ് സെഷൻ വരുന്നത് 1935 യെസ്. പക്ഷെ ഓപ്ഷൻസ് ഇന്ന് ചൂസ് ചെയ്യാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ കൈസറെ ഹിന്ദായി. പിന്നെ ചോദ്യം, കൈസറെ ഹിന്ദ് ടൈറ്റിൽ ഇടുന്ന വേറൊരു വ്യക്തി ഉണ്ടല്ലോ. ഒരു വ്യക്തിയല്ല, കുറെ വ്യക്തികളുണ്ട്. കൈസറെ ഹിന്ദ് ടൈറ്റിൽ ഇടുന്ന മറ്റൊരു വ്യക്തി ആരാ? ഗാന്ധിജി. എക്സാക്ട്ലി, നമ്മൾ ചരിത്രം പഠിക്കും. അതിനുശേഷം വേറെ കിട്ടുന്നുണ്ടല്ലോ, ടാഗോർ സർ പദവിയാണ് കിട്ടുന്നത്. ഒരു സ്ത്രീക്ക് കിട്ടുന്നുണ്ട്. സ്ത്രീ ഫസ്റ്റ് 2 സ്ത്രീകൾ കിട്ടുന്നുണ്ട്. ആർക്കെയാ? സരോജിനി നായിഡു ഉണ്ട്. വെരി ഗുഡ്, സരോജിനി നായിഡു ഉണ്ട്. പിന്നെ പണ്ഡിത രമാഭായ് അല്ലെ, 2 പേർക്കും ഇത് കിട്ടുന്നുണ്ട്. പണ്ഡിത രമാഭായ്ക്കും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇതൊക്കെ ഞാൻ പഠിക്കും. ഇതൊക്കെ നമുക്ക് ക്ലാസ് നോട്ട്സ് തരുന്ന ഏരിയാസ് ആണ്. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ.
അപ്പൊ ഇദ്ദേഹത്തിന്റെ സമയത്ത് ഡൽഹിയിൽ വെച്ചൊരു ഇമ്പീരിയൽ ദർബാർ നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ദർബാർ പഠിച്ചല്ലോ ക്യാനിന്റെ സമയത്ത്, അതെവിടെ വെച്ചായിരുന്നു? ക്യാനിന്റെ സമയത്ത് റിഹർ അലഹബാദിൽ വെച്ചായിരുന്നു. ഇത് ഡൽഹി ദർബാർ എന്നാണ്, ഡൽഹി ദർബാർ. അതായത് ഈ സമയത്ത് ഇന്ത്യയിൽ മൊത്തം പട്ടിണിയാ, കൊടും പട്ടിണിയാ. ആ സമയത്ത് ബംഗാളിലെ ആൾക്കാർ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഉള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ലിറ്റിൻ എടുത്തുകൊണ്ട് ഡൽഹിയിലെ ദർബാർ നടത്തുന്നത്, എന്തിനാ? ക്വീൻ വിക്ടോറിയ സ്വീകരിക്കാനായിട്ട്. അത് ഇന്ത്യക്കാർക്ക് ഭയങ്കര വലിയൊരു വിഷമമായി പോയി. കാര്യം ആ സമയത്ത് പറയപ്പെടുന്നത് ബംഗാളിലെ ഒരു കുടുംബത്തിൽ 3-ൽ ഒരാൾ മരിച്ചു എന്നാ. 1/3 അംഗങ്ങൾ. ഒരു വീട്ടില് ഒരു കുട്ടിയും ഒരച്ഛനും ഒരമ്മയും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിനകത്ത് ഒരംഗം മരിക്കും, ഒരാൾ അവർക്ക് നഷ്ടപ്പെടും. അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള സമയത്തോട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇമ്പീരിയൽ ദർബാർ നടത്തി. അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭവം. പക്ഷേ ഫാമൈൻ, ഈ പട്ടിണിയെ പറ്റി അന്വേഷിക്കേണ്ട അദ്ദേഹം റിച്ചാർഡ് സ്ട്രാറ്റേജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഫാമൈൻ കമ്മീഷൻ സ്ഥാപിക്കുന്നു. ഫാമൈൻ കമ്മീഷൻ. ഇതാണ് ഫാമൈൻ കമ്മീഷൻ. ഇതിന് മലയാളത്തിൽ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് LDCക്ക്. ഈ ഫാമൈൻ കമ്മീഷന്റെ മലയാളം എന്താ? പട്ടിണി കമ്മീഷൻ അങ്ങനെ എന്തായിരുന്നു അത്? ആർക്കും അറിയുമെന്ന് പറഞ്ഞു തരൂ. ഫാമൈൻ കമ്മീഷന്റെ മലയാളം ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ക്ഷാമ കമ്മീഷനാ ചെയ്യും. താങ്ക് യു. ക്ഷാമ കമ്മീഷൻ, എക്സാക്ട്ലി. ക്ഷാമ, അത് തന്നെ സാധനം. അത് സ്ട്രാറ്റജിയുടെ ആണ്, സ്ട്രാറ്റജി. അപ്പൊ എന്റെ ചോദ്യം, സ്ട്രാറ്റേ ഫാമൈൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു എന്നുള്ള ചോദ്യം, ഇതെങ്ങനെ ഓർത്തിരിക്കുക? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും കണക്ഷൻസ്? യെസ്, രേഷ്മ. അത് തന്നെയാണ്. സ്റ്റാർച്ച് എന്ന് ഓർത്താൽ മതി. സ്റ്റാർച്ച്, STARCH. സ്ട്രാച്ച് എന്നുള്ളത് സ്റ്റാർച്ച് എന്ന് ഓർത്താൽ മതി. സ്റ്റാർച്ച് എന്താ? അന്നജം. പട്ടിണി മാറ്റാൻ വേണ്ടുന്ന സാധനമാണല്ലോ സ്റ്റാർച്ച്. ഫുഡൊക്കെ സ്റ്റാർച്ച് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടി സ്റ്റാർച്ചേ കമ്മീഷൻ ഒന്നും ഓർത്താൽ മതി. ഈ ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്ന പിള്ളേർ ഇത് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. കാര്യം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ സ്റ്റാർച്ച് എന്ന് എഴുതി വെക്കില്ല, മാർക്ക് അവിടെ പോകും. സ്ട്രാച്ച് എന്ന് തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എഴുതാം. ഓക്കെ. ബാക്കിയുള്ള അഡീഷണൽ ഡേറ്റ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ കേട്ടോ. ഓക്കെ. ഇവിടെ ലിറ്റൻ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട തോന്നിവാസം, ഈ സിവിൽ സർവീസ് എഴുതുന്നതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് 21 നിന്ന് 19 വയസ്സാക്കി കുറച്ചു. ആലോചിച്ച് നോക്കിയേ. 21ാമത്തെ വയസ്സിനകം തന്നെ വോൾട്ടേറിന്റെ ഫിലോസഫിയും ഗ്രീക്കും ലാറ്റിനും ഏൻഷ്യൻ റോമൻ ലിറ്ററേച്ചറും ഒക്കെ പഠിച്ച് വണ്ടി പിടിച്ച് അല്ല കപ്പൽ പിടിച്ച് ഇംഗ്ലണ്ടിൽ പോയി പരീക്ഷ പാസ്സാവാൻ ഒരുവിധം ആരെ കൊണ്ട് പോകത്തില്ല. അപ്പോഴാണ് പ്രായം 21 നിന്ന് 19 കുറയുന്നത്. അപ്പൊ ഇത്രയും വലിയ ദുഷ്ടനായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് അറിഞ്ഞറിയാം. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ലിറ്റൻ നാണം കെട്ട് പോയ ഒരു ഏർപ്പാടാണ് വെർണക്കുലർ പ്രസ് ആക്ട്. വെർണക്കുലർ പ്രസ് ആക്ട്, ലിറ്റൻ. അപ്പൊ ഈ ഒരു ചരിത്രം വളരെ രസകരമാണ്. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചരിത്രമാണ്. അതിനു മുമ്പ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ഒരു സ്ട്രക്ചർ കിട്ടുന്നുണ്ടല്ലോ, ഓരോ എപ്പിസോഡും മറ്റൊരു എപ്പിസോഡ് കണക്ട് ചെയ്ത് പഠിക്കുക. ഓരോന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കാതിരിക്കുക. ഒരു ഫ്ലോ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. എനി ഡൗട്ട്സ്? എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്. സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ദാറ്റ് വി വിൽ ക്ലാരിഫൈ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. വെർണക്കുലർ പ്രസ് ആക്ട്. ലിറ്റൻ ഏറ്റവും നാണം കെട്ടുപോയ ഒരു എപ്പിസോഡാണ് വെർണക്കുലർ പ്രസ് ആക്ട്. ഓക്കെ. കാര്യം ഇവിടെ ഇന്ത്യയിലെ ന്യൂസ് പേപ്പേഴ്സ്, വെർണക്കുലർ എന്ന് വെച്ചാൽ എന്താ? നാട്ടുഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് അല്ല, നാട്ടുഭാഷയിൽ നമ്മുടെ മാതൃഭൂമി, മനോരമയൊക്കെ വെർണക്കുലർ പ്രസ് ആണ്. അപ്പം ഈ നാട്ടുഭാഷാ പത്രങ്ങളാണ് പ്രധാനമായിട്ട് ലിറ്റനെ വിമർശിച്ചുകൊണ്ട് എഡിറ്റോറിയൽസ് എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ. അപ്പൊ ഇവര് ഇംഗ്ലീഷ് പത്രങ്ങൾ പൊതുവെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യും, നാട്ടുഭാഷാ പത്രങ്ങൾ ബ്രിട്ടീഷുകാരെ എതിർക്കുകയും ചെയ്തിരുന്ന ഒരു പീരീഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ലിറ്റൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ട് ആണ് വെർണക്കുലർ പ്രസ് ആക്ട്. ലിറ്റൻ ഏറ്റവും അധികം വിമർശിക്കുന്ന വെർണക്കുലർ ന്യൂസ് പേപ്പേഴ്സ് ആണ്. അപ്പൊ അവരെ ഒതുക്കാൻ വേണ്ടി ഗേഗിങ്. എന്താ? പത്രങ്ങളെ വായി അടച്ചുകൂടി കെട്ടുന്ന പരിപാടിയാണ് ഗേഗിങ് എന്ന് പറയാം. ഇത് ലിറ്റൻ ചെയ്യുന്നുണ്ട്. കാര്യം ഇത് രണ്ടല്ല, ഒരു വെർണക്കുലർ ന്യൂസ് പേപ്പർ അവർ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആ പത്രം അവിടെ ലോക്കൽ അതോറിറ്റീസിനെ കഴിയും, അവർ വായിച്ചു നോക്കി അവർ ഓക്കെ ആവണമെങ്കിൽ മാത്രമേ പത്രം പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രിട്ടീഷ് ഗവൺമെന്റ് വിമർശിച്ചാൽ ഭയങ്കര ശിക്ഷ കിട്ടും. പ്രീ സെൻസർഷിപ്പ് എന്ന് പറയും. സെൻസർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? സംഭവം റിലീസ് ആയതിനു ശേഷമാണ് സെൻസർഷിപ്പ് ചെയ്യുക. പ്രീ സെൻസർഷിപ്പ് പോലെയുള്ള ഭയങ്കര പ്രശ്നങ്ങള് ഇതിനണ്ടറിൽ
ഒരു പത്രം ബ്രിട്ടീഷുകാരെ വിമർശിച്ചാൽ തന്നെ അത് സെഡീഷൻ, രാജ്യദ്രോഹ കുറ്റമായിട്ട് വരെ അവർ പ്രഖ്യാപിക്കും. ഓക്കെ, ഇതെല്ലാം വെർണക്കുലർ ന്യൂസ് പേപ്പേഴ്സിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ആൾക്കാർക്ക്. അപ്പം വെർണക്കുലർ പ്രസ് ആക്ടിനെ മറികടക്കാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ന്യൂസ് പേപ്പർ ഏതാ? ലിറ്റന്റെ സമയത്ത് ലിറ്റനെ ഏറ്റവും അധികം ട്രോൾ ചെയ്യ ന്യൂസ് പേപ്പർ ഏതായിരുന്നു? ABP അല്ലേ? എസ്, സുരാജ്, വെരി ഗുഡ്. അമർ ബസാർ പത്രിക. ഈ സമയത്ത് ബംഗാളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബംഗാളി ന്യൂസ് പേപ്പറാണ് അമർ ബസാർ പത്രിക അല്ലേ? ഇത് സ്റ്റാർട്ട് ചെയ്തത് ഘോഷ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇതൊക്കെ നമ്മുടെ പി എസ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഘോഷ് ബ്രദേഴ്സ്, ഘോഷ് ബ്രദേഴ്സ്. അതായത് ഇവര് ഈ പത്രം ഉപയോഗിച്ചിട്ടാണ് ലിറ്റനെ വിമർശിച്ചത് മൊത്തം. അപ്പൊ ലിറ്റന്റെ മെയിൻ ടാർഗറ്റ് ഈ പത്രത്തെ ഒതുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ആക്ട് വരുന്നു, ഒറ്റ രാത്രി കൊണ്ട് അമർ ബസാർ പത്രിക അവരുടെ അച്ചും അച്ചുകൂടവും എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യും ഒറ്റ രാത്രി കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്ടിന്റെ ആംബിറ്റിൽ ഇത് വരുന്നില്ല. വളരെ സ്മാർട്ടായിട്ട് ഇവർ ചെയ്തൊരു പരിപാടിയാണ്. വെർണക്കുലർ ന്യൂസ് പേപ്പേഴ്സിനല്ലേ കുഴപ്പമുള്ളൂ. ഞങ്ങൾ വെർണക്കുലർ, ഞങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ രാത്രിയാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായിട്ട് മാറ്റി. ഇത് ലിറ്റിന് വലിയൊരു അടിയായിപ്പോയി. ഇവരെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ട് ഇവർ വളരെ ഈസി ആയിട്ട് ബൈപ്പാസ് ചെയ്തു. ഓക്കെ, പിന്നീട് ഈ ന്യൂസ് പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം പാസ്സാകുന്ന മറ്റൊരു ആക്ടാണ് ആംസ് ആക്ട്. ആംസ് ആക്ട്, ആയുധ നിയമം അല്ലെ? ആംസ് ആക്ട് 1878. അതായത് ഈ ഈ വെസ്റ്റേൺ കൺട്രീസിലെ ആയുധം കൈവയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ അവകാശങ്ങളൊന്നാണ്. വെസ്റ്റേൺ കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ ആയുധം, തോക്ക്, വെടിക്കോപ്പുകൾ കൈവയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രസ്റ്റീജിന്റെയും ഒക്കെ ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ വെപ്പൺ കളക്ഷൻ അല്ലെ? ആൾക്കാർ ഇഷ്ടംപോലെ തോക്കും അടിവാളൊക്കെ കാണും. അപ്പൊ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് ഏകദേശം അങ്ങനെ ആയിരുന്നു. പക്ഷെ ലിറ്റിൻ വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ ആംസ് ആക്ട് ഉണ്ട്. ഇതിന് അണ്ടറിൽ ഒരു ഇന്ത്യക്കാരന് ഒരു ആയുധം കൈവശം വെക്കാനോ മാനുഫാക്ചർ ചെയ്യാനോ വിൽക്കാനോ ഉള്ള അവകാശം കാണത്തില്ല. മാത്രമല്ല ഭയങ്കര ലൈസൻസ് റെജീം ആയി. ഒരു ബ്രിട്ടീഷുകാരന് വേണമെങ്കിൽ ഈ ഒരു തോക്ക് കൈവയ്ക്കാം. ഇന്ത്യക്കാരത് കൈവയ്ക്കുന്ന കാര്യം ബുദ്ധിമുട്ട്. ഫയർ ആംസിന്റെ കാര്യമാണ്. ആംസിനോട് ഉദ്ദേശിച്ച ഫയർ ആംസ് ആണ്, അല്ലാതെ പടിവാളും പിച്ചാത്തിയൊന്നും അല്ല. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് ഇന്ത്യക്കാരെ, അതായത് ഇന്ത്യക്കാരെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് പറയില്ല. ആ കാലഘട്ടത്തിൽ ആയുധം കൈവയ്ക്കലെന്ന് പറയുന്നത് അത്ര ഇൻസൾട്ട് ആണ്. അപ്പൊ അത് വലിയ ഇൻസൾട്ട് എന്നുള്ള രീതിയിലാണ് ഇന്ത്യക്കാർക്ക് തരുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഗാന്ധിജി അദ്ദേഹം ഈ നോൺ വയലൻസിന്റെ ആളായിരുന്നല്ലോ. നോൺ വയലൻസിനും വെപ്പൺസിനൊക്കെ എതിരായിരുന്നല്ലോ ഗാന്ധിജി. അപ്പൊ എന്റെ ചോദ്യം ഇതാ, ഗാന്ധിജി ആംസ് ആക്ടിന്റെ കാര്യത്തില് ആംസ് ആക്ടിനെ സപ്പോർട്ട് ചെയ്തു അത് ഒപ്പോസ് ചെയ്തു? ആംസ് ആക്ട് ഉണ്ടല്ലോ പറഞ്ഞു വരുമ്പോൾ ഈ ആയുധങ്ങൾ കുറയും. അപ്പൊ ഗാന്ധിജി ആംസ് ആക്ടിനെ സപ്പോർട്ട് ചെയ്തോ ഒപ്പോസ് ചെയ്തോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഒപ്പോസ്റ്റ് ഷാനു, ഒപ്പോസ്റ്റ് എന്ന് പറയുന്നത്, സുരാജ് ഒപ്പോസ്റ്റ് എന്ന് പറയുന്നത്. യെസ്, അതാണ് പോയിന്റ്. വെരി ഗുഡ് ഷാനു. അപ്പം ഗാന്ധിജി ഇതിനെ ശക്തമായിട്ട് എതിർക്കുമായിരുന്നു. ഗാന്ധിജി പറഞ്ഞ കാര്യം, ബ്രിട്ടീഷുകാർക്ക് ആയുധം കൈവയ്ക്കാൻ ഇന്ത്യക്കാർക്ക് വെക്കാൻ പറ്റണം. നിങ്ങൾ ബ്ലാങ്കറ്റ് ബാൻ, അതായത് ആയുധങ്ങൾ ആര് വെക്കാൻ പാടില്ലെന്ന ഡിസിഷൻ ആണെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. പക്ഷെ ഇതിനകത്ത് ഇന്ത്യക്കാർ വെക്കാൻ പാടില്ല, ബ്രിട്ടീഷുകാർ വെക്കാന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജി അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഹി ടോൾഡ് ദാറ്റ് ദിസ് ആക്ട് മേഡ് ദ ഹോൾ ഇന്ത്യൻസ്, ദിസ് വാസ് എ ഡിമാസ്കുലൈസിംഗ് ആക്ട്. അതായത് ഇന്ത്യക്കാരുടെ പൗരുഷത്തിനെ ചോദ്യം ചെയ്യുന്ന നിയമം എന്ന് വരെ ഗാന്ധി ഒരു സന്ദർഭത്തിൽ ഇതിനെ പറഞ്ഞിരുന്നു. നമുക്കിതൊക്കെ ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഗാന്ധിജി ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. നമുക്ക് ലോജിക്കൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എന്നാലും ഈ ഒരു ഡേറ്റ് കയ്യിലിരിക്കാം. അപ്പം ഇറ്റ് മെയ്ഡ് അസ് അൺമാൻലി എന്ന് അദ്ദേഹം യൂസ് ചെയ്തിട്ട്, അൺമാൻലി സ്പീച്ച് എന്ന് പറഞ്ഞാൽ അൺമാൻലി. എല്ലാവരുടെ ബാൻ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ സ്റ്റെപ്പ് എങ്ങനെ, ആർക്കും അങ്ങനെ ആയുധം കൈവശം വയ്ക്കാൻ പറ്റില്ല. അത് അംഗീകരിക്കാം. പക്ഷെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ബാക്കി ഡേറ്റ ഒക്കെ ഞാനിവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാന്നുള്ള ചോദ്യം. സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് അതാരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ്. യെസ്, ലിറ്റൻ അല്ല, സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസസ്.
അതായത് പണ്ട് കാലത്ത് ഇപ്പൊ ഇന്ന് സിവിൽ സർവീസ് ഒരുത്തിന് പാസ്സാവണമെങ്കിൽ അവൻ ഏത് കുടുംബത്തിലെ വ്യക്തിയാണെങ്കിലും എത്ര കാശുണ്ടെങ്കിലും ദേ ഷുഡ് ഗോ ത്രൂ PSC, ദേ ഷുഡ് ഗോ ത്രൂ UPSC അല്ലെങ്കിൽ SSC. വേറെ മാർഗമില്ല അവർക്ക്. പക്ഷെ പണ്ട് കാലത്ത് ആൾക്കാര് ഗവൺമെന്റ് നിവേദനം അയക്കുന്നത് തന്നെ ഞാൻ ഇന്നാരുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നാരുടെ മകളാണ് അല്ലെങ്കിൽ ഞാൻ ഐ ബിലോങ് ടു വെരി റെപ്യൂട്ടഡ് ഫാമിലി എന്നുള്ള ഇൻട്രൊഡക്ഷനിലാണ് അവർ കത്തയക്കുന്നത്. അന്നത്തെ കാലത്ത് മണി മാറ്റേഴ്സ്, ഫാമിലി മാറ്റേഴ്സ്, മെറിറ്റ് അല്ല അവിടെ മാറ്റർ ചെയ്യുന്നത്. ഗവൺമെന്റ് ഒഫീഷ്യൽ നിവേദനം പോലെ അവർ അയക്കുന്ന അങ്ങനെയാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽ അംഗമാണെന്നുള്ള രീതിയിലാണ്. ഇന്ന് അങ്ങനെയല്ല, ഇതെല്ലാം മെറിറ്റ് ബേസ്ഡ് ആണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇത്തരം വലിയ വലിയ ഫാമിലീസിലെ മെമ്പേഴ്സിന് സിവിൽ സർവീസസിലെ എൻറ്റയർ സീറ്റിനകത്ത് 1/6 സീറ്റ് റിസർവ് ചെയ്ത് വെച്ചു. അത് ജന്മിമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ മക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചു. അപ്പം കാശുണ്ടെന്നുണ്ടോ, വിവരം ഉണ്ടാവുന്നുണ്ടോ? ഇവര് വലിയ ഫാമിലി ആൾക്കാരായിരിക്കും, നല്ല കാശുകാരായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു കോട്ടയിൽ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ മെറിറ്റ് കുറവാണെങ്കിൽ സിവിൽ സർവന്റ് ആവാം. പക്ഷെ അവർക്ക് 10 വയസ്സിൽ ഒരു ആരും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് ഭയങ്കര വലിയ ഫെയിലർ ആയിരുന്നു. അസല ബ്രിട്ടീഷുകാർ തന്നെ ഇതെടുത്ത് കളയുന്നത്, ഈ സിസ്റ്റം എടുത്ത് കളയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ്. അത് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. PSC ആണെങ്കിലും അല്ലെങ്കിൽ മൂളമുള്ളവൻ പരീക്ഷ എഴുതി പാസ്സായാൽ മതി, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കാൻ മനസ്സുള്ളവൻ ബ്യൂറോക്രാറ്റ് ആയാൽ മതി എന്നുള്ള സ്റ്റാൻഡിലാണ് PSC ഇരിക്കുന്നത്. UPSC എങ്ങനെ? ബിക്കോസ് ഇതിന്റെയൊക്കെ ചരിത്രം ഇന്ത്യയിലുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് കൊണ്ടുവന്നതിന് ശേഷം ബ്യൂറോക്രസി ഡീഗ്രേഡഡ് ആയിപ്പോയി, അല്ലെങ്കിൽ റോട്ടൺ ബ്യൂറോക്രസി, ചീഞ്ഞ് നാറിയ ബ്യൂറോക്രസിയുടെ അവസ്ഥയാണ് ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് എടുത്ത് കളയുന്നുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ റിപ്പൺ എന്ന് പറയുന്ന വൈസ്രോയെ നോക്കി കാണേണ്ടത്. റിപ്പണെ പഠിക്കാൻ എളുപ്പമാണ്, കുറേ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ലിറ്റൻ ചെയ്ത കാര്യങ്ങളെയൊക്കെ റിപ്പീൽ ചെയ്ത വ്യക്തിയാണ് റിപ്പൺ എന്നാലോചിച്ചത്. റിപ്പീൽ മീൻസ് പഴയ പരുവത്തിലാക്കുക. അപ്പൊ റിപ്പൺ കൊണ്ടുവന്ന വെർണക്കിൾ പ്രസ് ആക്ടിനെ റിപ്പീൽ ചെയ്യുന്ന ലിറ്റൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മൾ പോപ്പുലർ വൈസ്രോയ്, ജനകീയനായ വൈസ്രോയ്, വൺ ഓഫ് ദ ബെസ്റ്റ് വൈസ്രോയ്സ് വി എവർ ഹാഡ്.